നമസ്തേ. പൊള്ളിക്കുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്ന ഒരു കുഞ്ഞു കഥയാണ് ഇന്ന് പറയുന്നത്. ഒരു ഒഴിവു ദിവസമായിരുന്നു. ഗുരു പാഠശാലയുടെ മുറ്റത്തുള്ള മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു. അവിടേക്ക് ഒരു യുവാവും യുവതിയും കടന്നു വന്നു. യുവാവിൻ്റെ മുഖത്ത് ശ്മശ്രുക്കൾ വളർന്നു നിന്നിരുന്നു. യുവതിയുടെ വേഷം മുഷിഞ്ഞുലഞ്ഞും തലമുടി എണ്ണമയമില്ലാതെ പാറിപ്പറന്നും കാണപ്പെട്ടു. അതിൽ നിന്ന് തന്നെ അവരിരുവരും വിഷാദരാണെന്ന് വ്യക്തമായിരുന്നു. അവർ ഗുരുവിനെ വണങ്ങി. അപ്പോൾ ഗുരു ചോദിച്ചു, ആരാണ് നിങ്ങൾ? അപ്പോൾ അവർ പറയുകയാണ്, ഗുരു, ഞങ്ങൾ അടുത്ത ഗ്രാമത്തിൽ നിന്ന് വരികയാണ്. അപ്പോഴേക്കും ഗുരുവിൻ്റെ ശിഷ്യന്മാരിൽ ചിലരൊക്കെ അവിടെ എത്തി. ദമ്പതിമാർ എന്തു പറയുന്നു എന്ന് അറിയുവാൻ അവർ ഇങ്ങനെ കാത്തു നിന്നു. അപ്പോൾ ഗുരു അവരോട് ചോദിച്ചു, ശരി, എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഉപകാരമാണ് വേണ്ടത്? അപ്പോൾ ആ ചെറുപ്പക്കാരൻ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. എല്ലാം നിങ്ങൾ പറഞ്ഞുകൊള്ളൂ എന്ന ഭാവത്തിൽ അവൾ തലയാട്ടി. അങ്ങനെ ചെറുപ്പക്കാരൻ പറഞ്ഞു തുടങ്ങി, ഗുരു, ഞങ്ങൾ ജീവിതത്തിൽ ആകെ നിരാശരാണ്. ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന തോന്നലിലാണ് ഇപ്പോൾ. പറയൂ, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ഗുരു ചോദിച്ചു. അപ്പോൾ യുവാവ് പറഞ്ഞു, ഗ്രാമത്തിലെ നല്ലൊരു കൃഷിക്കാരൻ്റെ ഒരേയൊരു പുത്രനാണ് ഞാൻ. അച്ഛന് ധാരാളം കൃഷിസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലെ അമ്മ മരിച്ചു. പിന്നെ ഞാനും എൻ്റെ പിതാവും മാത്രമായി വീട്ടിൽ. എൻ്റെ വിവാഹം കഴിയുന്നതുവരെ ഒരല്ലലുമില്ലാതെയാണ് പിതാവ് എന്നെ വളർത്തിയത്. നേരം ഗുരു ചോദിച്ചു, നിങ്ങൾ പിതാവിനെ കൃഷി ചെയ്യാൻ സഹായിക്കുമായിരുന്നോ? അപ്പോൾ അവൻ പറഞ്ഞു, തീർച്ചയായും. രാവിലെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് പാടത്തേക്ക് പോകുന്നത്. എന്നിട്ട് എന്തുണ്ടായി എന്ന് ഗുരു ചോദിച്ചു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, എൻ്റെ വിവാഹം കഴിഞ്ഞ് 2 വർഷത്തിനിടയിൽ എൻ്റെ പിതാവ് മരിച്ചു. ഇപ്പോൾ ഇവളും ഞാനും മാത്രമാണ് എൻ്റെ വീട്ടിൽ. പക്ഷേ ഇക്കഴിഞ്ഞ 4-5 വർഷമായി ദുരന്തങ്ങൾ മാത്രമേയുള്ളൂ ഞങ്ങളുടെ ജീവിതത്തിൽ. സങ്കടം കൊണ്ട് യുവാവിൻ്റെ ശബ്ദമിടറി. അപ്പോൾ ഗുരു ചോദിച്ചു, ദുരിതങ്ങളോ? എന്ത് ദുരിതമാണ്, പറയൂ. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഗുരു, പിതാവിൻ്റെ മരണം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിരുന്നു. എൻ്റെ ആശ്രയം നഷ്ടപ്പെട്ട പ്രതീതി. പക്ഷേ അതുകൊണ്ടും ദുരന്തം എന്നെ വിട്ടൊഴിഞ്ഞില്ല. അതിനുശേഷം 3 വട്ടം വിളനാശമുണ്ടായി. ഒരിക്കൽ കീടങ്ങളുടെ ആക്രമണം, അടുത്ത പ്രാവശ്യം നദിയിലെ വെള്ളം പൊങ്ങി വിളകളെല്ലാം നശിച്ചു. 3-ാമത്തെ പ്രാവശ്യം കടുത്ത വേനലിൽ വെള്ളം കിട്ടാതെ കൃഷി ഉണങ്ങി നശിച്ചു. അപ്പോൾ ഗുരു യുവാവിനോട് ചോദിച്ചു, നിങ്ങളെ ആശ്വസിപ്പിക്കാൻ നിങ്ങളുടെ ഭാര്യ തയ്യാറായില്ലേ? അപ്പോൾ അതിന് മറുപടിയായി ചെറുപ്പക്കാരൻ പറഞ്ഞു, വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 വർഷമായി. ഇതുവരെ ഞങ്ങൾക്കൊരു കുഞ്ഞു പിറന്നിട്ടില്ല. അവൾ അക്കാര്യത്തിൽ അതീവ ദുഃഖിതയാണ്. എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ രോഗമൊഴിഞ്ഞ നാളുകളുമില്ല. ഞങ്ങൾക്ക് ജീവിതം മടുത്തു. എന്തിനാണ് ഈ ദുഃഖങ്ങൾ മാത്രം അനുഭവിക്കാനായി ഇങ്ങനെ ജീവിക്കുന്നത്? എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. അപ്പോൾ ഗുരു അയാളുടെ ഭാര്യയോട് ചോദിച്ചു, കുട്ടി, നിങ്ങളുടെ ഭർത്താവ് പറയുന്നതൊക്കെ സത്യമാണോ? അപ്പോൾ അവൾ പറഞ്ഞു, അതെ ഗുരു, ജീവിത അനുഭവങ്ങൾ അത്രയും ദുഃഖപൂർണമാണ്. ഒന്നിനു പുറകെ ഒന്നായി ചീത്ത അനുഭവങ്ങൾ മാത്രം ഉണ്ടായാൽ നിരാശയല്ലേ തോന്നൂ? അവൾ ദയനീയമായ ശബ്ദത്തിൽ ചോദിച്ചു. ഗുരു തെല്ല് നേരം മിണ്ടാതെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ ദുരന്തങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം ഉണ്ടായതാണോ? ആലോചിച്ചു നോക്കൂ. ഗുരു യുവാവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് വീണ്ടും തുടർന്നു. 3 വട്ടം വിളകൾ നശിച്ച കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ. ഒരിക്കൽ കീടങ്ങളുടെ ആക്രമണം, 2-ാമത്തെ പ്രാവശ്യം വെള്ളപ്പൊക്കം, 3-ാമത് വരൾച്ച. ഇവ 3ഉം നിങ്ങളുടെ ഗ്രാമത്തിലെ എല്ലാ കൃഷിക്കാരെയും ബാധിച്ചു കാണുമല്ലോ. അവരൊക്കെ നിങ്ങളെപ്പോലെ നിരാശരായി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുകയാണോ? ഗുരു അങ്ങനെ ചോദിച്ചപ്പോൾ യുവാവിന് മറുപടി ഉണ്ടായിരുന്നു. ഗുരു, ആളുകൾ ഭിന്ന പ്രകൃതക്കാരാണല്ലോ. അപ്പോൾ ഗുരു പറഞ്ഞു, അതെ, അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. വരൂ, ഞാനൊരു പരീക്ഷണം കാണിച്ചു തരാം. അങ്ങനെ ഗുരു അവരെയും വിളിച്ചുകൊണ്ട് പാഠശാലയോട് ചേർന്നുള്ള പാചകപ്പുരയിലേക്ക് പോയി. ശിഷ്യന്മാരും പിറകെ ചെന്നു. എന്നിട്ട് ഗുരു ഒരു പാത്രത്തിൽ കുറേ ഉരുളക്കിഴങ്ങും മറ്റൊരു പാത്രത്തിൽ കാപ്പിക്കുരുവും എടുത്തു. എന്നിട്ട് 2 അടുപ്പുകളിൽ ഓരോ പാത്രങ്ങളിൽ കുറേ വെള്ളം വച്ച് അടുപ്പ് കത്തിച്ച് എന്നിട്ട് പറഞ്ഞു, നോക്കൂ, ഈ ഉരുളക്കിഴങ്ങും കാപ്പിക്കുരുവും ദൃഢമായ വസ്തുക്കളാണ്. ഇത് ഞാനിതാ ഈ പാത്രങ്ങളിലേക്ക് ഇടുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഗുരു ഒരു പാത്രത്തിൽ 2-3 ഉരുളക്കിഴങ്ങും മറ്റേ പാത്രത്തിൽ കുറേ കാപ്പിക്കുരുവും ഇട്ട് പാത്രങ്ങൾ അടച്ചു വെച്ചു. കുറേ നേരം കഴിഞ്ഞ് ഗുരു ആദ്യത്തെ പാത്രത്തിൻ്റെ മൂടി മാറ്റി.
വെള്ളം തിളച്ചു മറിയുകയാണ്. അതിൽ നിന്ന് ഒരു ഉരുളക്കിഴങ്ങെടുത്ത് ഗുരു പാത്രത്തിൽ വെച്ചു. എന്നിട്ട് ഒരു തവിയെടുത്ത് അതിൻ്റെ പുറത്തമർത്തി. വെന്ത ഉരുളക്കിഴങ്ങ് പൊടിഞ്ഞുപോയി. അദ്ദേഹം രണ്ടാമത്തെ പാത്രത്തിൻ്റെ മൂടി മാറ്റി. അതിൽ നിന്ന് ശുദ്ധമായ കാപ്പിയുടെ സുഗന്ധം ഉയർന്നു. ഗുരു പറഞ്ഞു, കണ്ടില്ലേ, കഠിനമെന്ന് നാം കരുതിയിരുന്ന രണ്ട് വസ്തുക്കൾക്ക് സംഭവിച്ച മാറ്റങ്ങൾ. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. തിളയ്ക്കുന്ന വെള്ളം നമ്മെ പൊള്ളിക്കുന്ന അനുഭവങ്ങൾ തന്നെ. പൊള്ളുന്ന വെള്ളത്തിൽ കിടന്ന് ഉരുളക്കിഴങ്ങ് വെന്ത് മൃദുവായി. അതിനാൽ ചെറിയൊരു മർദ്ദം പോലും അതിന് താങ്ങാൻ കഴിഞ്ഞില്ല. അത് നിഷ്പ്രയാസം പൊടിഞ്ഞു. എന്നാൽ കാപ്പിക്കുരുവിന് സംഭവിച്ചതോ? തിളയ്ക്കുന്ന വെള്ളവുമായി അത് നിഷ്പ്രയാസം അലിഞ്ഞു ചേരാൻ തുടങ്ങി. മെല്ലെ മെല്ലെ വെള്ളത്തിൻ്റെ നിറവും രുചിയും ഗന്ധവും മാറി. അത് എല്ലാവർക്കും ആസ്വാദ്യകരമായി. ഇതുപോലെ ആയിരിക്കണം നമ്മളും. ചുറ്റും എത്ര ചീഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായാലും അത് നമ്മെ തവിട് പൊടിയാക്കി കളയരുത്. പകരം അവയിലേക്ക് നാം അലിഞ്ഞു ചേരണം. അനുഭവങ്ങളെ ആസ്വാദ്യമാക്കി മാറ്റണം. അപ്പോൾ അവ വീണ്ടും നമുക്കും മറ്റുള്ളവർക്കും സന്തോഷപ്രദമായി തീരും. ജീവിത അനുഭവങ്ങളുടെ താപം നമ്മെ തകർത്തു കളയാൻ നാം അനുവദിക്കരുത്. അവയെ രുചിപ്രദമാക്കുക. ഗുരു പറഞ്ഞത് യുവാവും യുവതിയും സാഗൂതം കേട്ടുകൊണ്ടിരുന്നു. അവരുടെ മുഖം പ്രസന്നമായി. ഗുരു തുടർന്നു, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ പല അനുഭവങ്ങളും ഗ്രാമത്തിൽ എല്ലാവർക്കും ഉണ്ടായതാണ്. അവരാരും അതോർത്ത് അകാരണമായി ദുഃഖിക്കുന്നില്ലല്ലോ. മാതാവിനെ നഷ്ടപ്പെട്ടത്, പിതാവിൻ്റെ മരണം, ഇതുവരെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത് എന്നിവ മൂന്ന് നിങ്ങളുടെ മാത്രമായ ദുഃഖാനുഭവങ്ങൾ തന്നെയാണ്. പക്ഷേ അവ അനിവാര്യമാണല്ലോ. അപ്പോൾ അനിവാര്യമായ ദുഃഖത്തെ ഓർത്ത് വിഷമിച്ചിട്ട് എന്ത് കാര്യം? നിങ്ങൾ പിതാവിനെ പോലെ തന്നെ നല്ലൊരു കൃഷിക്കാരനായി പേരെടുക്കുക. കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖമകറ്റാൻ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുക. തീർച്ചയായും നിങ്ങൾക്ക് നല്ലത് വരും. ഗുരുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവർക്ക് നല്ല ശുഭാപ്തി വിശ്വാസം തോന്നി. അവർ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞിട്ട് ആ ഗുരുകുലത്തിൽ നിന്നും യാത്രയായി. വിഷമങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്ത ആരും തന്നെയില്ല. നമ്മൾ തന്നെ വിചാരിച്ചാലേ നമ്മുടെ മനസ്സിന് ബലം നൽകി മുന്നോട്ടുള്ള സന്തോഷം നമുക്ക് കണ്ടെത്താനാകൂ. അപ്പോൾ പുതിയ പുതിയ കഥകളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും മറക്കാതെ കമൻറ്റ് ചെയ്യണം.